ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയിൽ കൊല്ലപ്പെട്ട ദീപു ചന്ദ്രദാസ് മതനിന്ദ നടത്തിയതിന് തെളിവില്ലെന്ന് റിപ്പോർട്ട്. പോലീസിന്റെ അന്വേഷണത്തിലാണ് കണ്ടെത്തൽ. ജോലിസ്ഥലത്ത് നിന്നും പുറത്തേക്ക് കൊണ്ടുപോയ ദീപുവിനെ പൊതുജനങ്ങൾക്ക് കൈമാറുകയും പിന്നീട് അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യയിൽ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കൊല്ലപ്പെട്ട ദീപു ചന്ദ്രദാസ് മതനിന്ദ നടത്തിയിട്ടില്ലെന്നാണ് പോലീസ് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അക്രമികൾ ദീപുവിനെ ജോലിസ്ഥലത്തു നിന്നും പുറത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി പിന്നീട് ജനക്കൂട്ടത്തിന് വിട്ടുകൊടുത്തു. പുറത്തു കാത്തുനിന്ന ആളുകൾ യുവാവിനെ അതിക്രൂരമായി മർദ്ദിച്ചു. വടികൾ ഉപയോഗിച്ച് തളർന്നു വീഴും വരെ മർദ്ദനം. രക്തം വാർന്ന തറയിൽ കിടന്ന ദീപു ചന്ദ്രദാസിനെ 1 കിലോമീറ്റർ ദൂരം റോഡിലൂടെ വലിച്ചിഴച്ചു. മൃതദേഹം മരത്തിൽ കെട്ടിത്തൂക്കി പിന്നീട് തീ കൊളുത്തുകയും ചെയ്തു. മുസ്ലിം അക്രമകാരികൾ ദീപുവിനോട് ചെയ്ത ക്രൂരതകൾ ദൃക്സാക്ഷികൾ പോലീസിന് മൊഴിയായി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. അതിക്രൂരമായാണ് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ മുസ്ലിം അക്രമകാരികൾ ക്രൂരതകൾ നടത്തുന്നത്. സമാനമായ രീതിയിൽ 2 ദിവസം മുൻപ് ഒരു ഹിന്ദു യുവാവിനെ കൂടി ആൾക്കൂട്ടം തല്ലിക്കൊലപ്പെടുത്തിയിരുന്നു. ആഭ്യന്തര കലാപങ്ങളുടെ മറവിൽ ബംഗ്ലാദേശിൽ നടക്കുന്നത് ഹിന്ദു വംശഹത്യയാണെന്നുള്ള ആരോപണങ്ങളാണ് പുറത്തുവരുന്നത്. ജനം, ഡൽഹി.